മനസ്സിൽ നല്ലത് മാത്രം ചിന്തിക്കുകയും മറ്റുള്ളവർക്ക് നല്ലത് നടക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന നക്ഷത്രജാതകർ. ഇവർ ഒരിക്കൽ പോലും മറ്റുള്ളവരെ ചതിക്കണം എന്ന് ആഗ്രഹിക്കാത്ത വ്യക്തികളാണ്. മനസ്സിൻ്റെ നന്മ കൊണ്ട് ഇവർക്ക് ജീവിതത്തിൽ ഒട്ടനവധി ശുഭകാര്യങ്ങൾ ഈ ആഴ്ചയിൽ നടക്കുകയാണ്. ആരൊക്കെയാണ് ഈ നക്ഷത്രജാതകരെന്നും വരും ദിവസങ്ങൾ സൗഭാഗ്യങ്ങൾ കൊണ്ട് ഇവർ കൊയ്യുന്ന നേട്ടങ്ങൾ എന്തൊക്കെയെന്നും ഇൻഫിനിറ്റി സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു. പ്രിയ പ്രേക്ഷകരെ, വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ നല്ല പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് പൂരം നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് ആദ്യം തന്നെ പറയേണ്ടത്. ഒട്ടനവധി സൗഭാഗ്യങ്ങളുടെ വഴികളിലൂടെ കടന്നു പോകുന്ന പൂരം നക്ഷത്ര ജാതകർക്ക് ദൂരദേശത്തെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയും ചില അംഗീകാരങ്ങൾ തേടിയെത്തുകയും ചെയ്യും. വ്യാപാര മേഖലയിൽ അഴിച്ചുപണി നടത്താൻ സാധിക്കും. വാടക ഗൃഹത്തിൽ നിന്നും മോചനം, സന്താനത്തിന് മികച്ച ജോലിക്ക് യോഗം, കല്യാണ വിഷയത്തിൽ സ്വന്തക്കാരുടെ ഉപജാപത്തിന് കടിഞ്ഞാൻ ഇടേണ്ടതായിട്ട് വരും. സ്വന്തക്കാരുമായിട്ടുള്ള തർക്കം അവസാനിപ്പിക്കും. ഉന്നതരുമായിട്ടുള്ള ബന്ധം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഔദ്യോഗിക പദവിക്ക് ഇളക്കം വരാതെ ശ്രദ്ധിക്കണം. വാഹന വായ്പ കുടിശ്ശിക തീർക്കാൻ അവസരങ്ങൾ കാണുന്നുണ്ട്. ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണുവിന് അർച്ചന, വെണ്ണ, ഹാരം, രക്തചാമുണ്ടിക്ക് ചുവന്ന ഹാരം, പട്ട്, പിതൃക്കൾക്ക് തിലഹവനം, അന്നദാനം എന്നിവ നടത്തി പ്രാർത്ഥിക്കണം. ഇനി ഉത്രം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ശുഭകാര്യയോഗം. മത്സരരംഗത്ത് തന്ത്രപരമായ നിലപാട് മുഖേന സ്വന്തം നില ഭദ്രമാക്കാൻ സാധിക്കും. ഏജൻസിയിൽ മുഷിവ് വരാതെ ശ്രദ്ധിക്കണം. സർക്കാർ ജോലിക്ക് യോഗമുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മത്തിന് മറ്റുള്ളവരിൽ നിന്ന് ഹൃദ്യമായ സഹകരണം ഉറപ്പാകും. പുതിയ ജോലിക്കാര്യത്തിൽ പ്രതീക്ഷയുണ്ട്. വിദേശത്ത് കാലാവധി നീട്ടിക്കിട്ടും. സ്വകാര്യ സ്ഥാപനത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തും. മെഡിസിൻ രംഗത്ത് ഉയർന്ന ഭരണകേന്ദ്രത്തിൽ ചാട്ടുളി പോലെ പ്രവർത്തന ശൈലി കാഴ്ചവെക്കും. വാഹനയോഗം പൂവണിയും. കടമുറി സ്വന്തമാക്കും. വിദേശയാത്രയിൽ ചില മാറ്റങ്ങൾ വരുത്തും. ഉത്രം നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് വിഷ്ണു അവതാര ക്ഷേത്രത്തിൽ ഹാരം, വെണ്ണ, അർച്ചന, വസ്ത്രം, ശ്രീ പാർവതിക്ക് സ്വയംവരാർച്ചന, നെയ്വിളക്ക്, വെളുത്ത പൂക്കൾ, ആയില്യത്തിന് പൂജാദ്രവ്യം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി അത്തം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഉന്നത പദവിക്ക് യോഗമുണ്ട്. ദൂരദേശത്ത് ശുഭകാര്യയോഗം. കടബാധ്യതകൾ തീർക്കാൻ അവസരങ്ങൾ ഉണ്ട്. മംഗളകർമ്മത്തിന് ധനം വന്നു ചേരും. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ അംഗീകാരം. സന്താനത്തിൻ്റെ ജോലിക്കാര്യത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കും. സ്വദേശത്ത് പുതിയ താമസ സ്ഥലം. കുടുംബകാര്യങ്ങളിൽ സമാധാനം. സ്ഥാനചലന സമ്മർദ്ദങ്ങൾ അതിജീവിക്കും. അയൽ സംസ്ഥാനത്ത് ധനസ്ഥിതിയിൽ മാറ്റം വരും. ഓഹരി മാർക്കറ്റിൽ സുരക്ഷിത നീക്കം നടത്തും. സഹായികൾ തിരികെ എത്തും. ലാഭകരമായ ഇടപാടിൽ പങ്കാളിയാകാൻ അവസരങ്ങളുണ്ട്. ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണു അവതാര ക്ഷേത്രത്തിൽ തുളസിഹാരം, മഞ്ഞപ്പട്ട്, അർച്ചന, ശാസ്താവിന് മുഖക്കാപ്പ്, നീരാജനം, ആയില്യത്തിന് നൂറും പാലും എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി ചിത്തിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. മേന്മയുള്ള ജോലിക്ക് അനുകൂല സമയമാണ്. മംഗളകർമ്മത്തിന് ധനസഹായം ലഭിക്കും. ഉന്നതതല ബന്ധം മെച്ചപ്പെടുത്തും. പൊതുരംഗത്തുള്ള എതിർപ്പുകൾ തന്ത്രപരമായിട്ട് നേടിയെടുക്കും. തടസ്സപ്പെട്ട രജിസ്ട്രേഷൻ പൂർത്തിയാക്കും. അന്യദേശത്തുള്ള മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകും.
തുടർ വിദ്യാഭ്യാസത്തിന് സഹായം ലഭിക്കും. പുതിയ പ്രോജക്റ്റുകളുടെ രൂപരേഖയിൽ മാറ്റം വരുത്തും. മറുനാട്ടിൽ ഫ്ലാറ്റ് ആദായ വിലയ്ക്ക് സ്വന്തമാകും. കോടതി വിധി മുഖേന അവകാശം പുനഃസ്ഥാപിക്കും. ചിത്തിര നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് മഹാദേവന് ധാര, പ്രദോഷവ്രതം, കുവളമാല അർച്ചന, ആദിപരാശക്തിക്ക് പൊങ്കാല, പട്ട്, ശ്രീകൃഷ്ണന് തുളസിഹാരം, ത്രിമധുരം എന്നിവ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഇനി ചോതി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. വിദേശത്ത് കാത്തിരിക്കുന്നതൊരു ശുഭവാർത്തയാണ്. ഏജൻസി ഇടപാടുകളിലൂടെ അപ്രതീക്ഷിത ധനവരവുകൾ കാണുന്നുണ്ട്. പൊതുരംഗത്ത് ആരോഗ്യപരമായ ചർച്ചകൾക്ക് തുടക്കം കുറിക്കും. തൊഴിൽ സ്ഥലത്ത് വേറിട്ട പ്രകടനം കാഴ്ചവെക്കും. സന്താനത്തിന് IT മേഖലയിൽ മികച്ച അവസരങ്ങൾ ലഭിക്കും. ഔദ്യോഗിക തലത്തിൽ സ്വന്തം നിലപാട് ശക്തമായിട്ട് അവതരിപ്പിക്കേണ്ടതായിട്ട് വരും. ധനസ്ഥിതിയിൽ വലിയ വ്യത്യാസം വരാതെ ശ്രദ്ധിക്കണം. ഊഹക്കച്ചവടത്തിൽ നേട്ടം. ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ബാധ്യതകൾ തീർക്കുന്നതിന് സമയം നീട്ടിക്കിട്ടും. കുടുംബകാര്യത്തിൽ അഭിപ്രായ ഭിന്നതയ്ക്ക് ഇടവരും. ദോഷപരിഹാരമായിട്ട് ചാമുണ്ടിക്ക് പട്ടുവസ്ത്രം, അർച്ചന, നെയ്വിളക്ക്, ഹാരം, പിതൃക്കൾക്ക് അന്നദാനം, തിലഹവനം, ഹനുമാന് വെറ്റിലമാല അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി വിശാഖം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് അപ്രതീക്ഷിത മാറ്റങ്ങളാണ് വിശാഖം നക്ഷത്ര ജാതകർക്ക് ഇനി വരുന്നത്. മനസ്സിലെ നന്മ കൊണ്ട് ഒരുപാട് സുഹൃത്തുക്കളെ സമ്പാദിക്കാനും ഇതുവഴി അപ്രതീക്ഷിത നേട്ടങ്ങൾ കൊയ്യാനും വിശാഖം നക്ഷത്ര ജാതകർക്ക് സാധിക്കും. ഏജൻസിയിൽ ധനവരവ് കൂടും. ഔദ്യോഗിക തലത്തിൽ കൂടിക്കാഴ്ചയിൽ പ്രശ്നപരിഹാരം ഉണ്ടാകും. അന്യദേശത്ത് മേന്മയുള്ള ജോലി തരപ്പെടും. മത്സര പരീക്ഷയിൽ ഉന്നത വിജയം. കുടുംബക്കാരുടെ സഹകരണം തക്ക സമയത്ത് തന്നെ ലഭിക്കും. ഭരണതലത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കും. സന്താനത്തിന് മേന്മയുള്ള തൊഴിൽ മാറ്റം. കലാരംഗത്ത് തിരക്ക് വർദ്ധിക്കും. വസ്തു തർക്കത്തിൽ അനുകൂലമായ കാര്യങ്ങൾ നടക്കും. വിശാഖം നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് ഗണപതിക്ക് കറുകമാല, മോദകം, നാളികേരം അർച്ചന, ദുർഗയ്ക്ക് വസ്ത്രം, പായസം അർച്ചന, ശ്രീരാമന് അവൽ നിവേദ്യം, ഹാരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി അനിഴം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. തൊഴിൽ സ്ഥലത്ത് അവസരങ്ങൾ സമൃദ്ധമായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പൊതുരംഗത്ത് അപ്രതീക്ഷിത കരുക്കൾ നീക്കാൻ അവസരങ്ങൾ ഉണ്ട്. സാമ്പത്തിക മേന്മയുള്ള ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സമ്മാനമായിട്ട് ഈ ഓണക്കാലത്ത് ലഭിക്കും. ദൂരദേശ പഠനത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും. സാങ്കേതിക മേഖലയിൽ മികച്ച അവസരങ്ങൾ ലഭിക്കും. സ്വകാര്യ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ വരും. സന്താനത്തിന് അർഹതപ്പെട്ട അംഗീകാരം സിദ്ധിക്കും. അയൽ സംസ്ഥാനത്ത് പുതിയ ഇടപാടിന് സമഗ്രമായ പദ്ധതിക്ക് തുടക്കമിടും. പുതിയ ആഭരണങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കാനും സാധ്യതകൾ ഈ സമയത്ത് വളരെ കൂടുതൽ തന്നെ. അനിഴം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ചെയ്യേണ്ടത് പ്രത്യുങ്കിരി ദേവിക്ക് നെയ്വിളക്ക്, ഹാരം, കടുപ്പായസം അർച്ചന, ശ്രീ വരാഹമൂർത്തിക്ക് പാൽപായസം, കുടുംബക്ഷേത്രത്തിൽ എണ്ണ സമർപ്പണം എന്നിവ നടത്തി പ്രാർത്ഥിക്കണം. ഇനി തൃക്കേട്ട നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. തൊഴിൽ സ്ഥലത്ത് പുതിയ ചുമതലകൾ വന്നു ചേരും. കുടുംബകാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. ദൂരദേശത്തുള്ള മാനസിക പ്രയാസങ്ങളിൽ നിന്ന് കരകയറും. സന്താനത്തിൻ്റെ സ്ഥാനചലനത്തിന് ഉന്നതരുടെ സഹായം ലഭിക്കും. പൊതുമേഖലാ സ്ഥാപനത്തിൽ പ്രമോഷൻ സാധ്യതകളുണ്ട്. മംഗളകർമ്മത്തിന് ഉറ്റവരിൽ നിന്ന് അകമഴിഞ്ഞുള്ള സാമ്പത്തിക സഹായം ലഭിക്കും. ഷെയർ മാർക്കറ്റിൽ നേട്ടങ്ങൾ ഉണ്ടാകും. ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഇട നൽകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. പ്രണയവിരഹം കുറഞ്ഞു തുടങ്ങും. അതുപോലെ തന്നെ സർക്കാർ തല അംഗീകാരം സിദ്ധിക്കും. വിവാദങ്ങളുടെ തീഷ്ണതയിൽ നിന്ന് മോചനം. പുതിയ വിതരണ മേഖല കണ്ടെത്താൻ സാധിക്കും. ഔദ്യോഗിക തലത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ദൂരദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും.
സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ഇവർ ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണു അവതാര ക്ഷേത്രത്തിൽ വെണ്ണ, ഹാര, അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.